സൗദിയിൽ തൂക്കം വിധിച്ച കോഴിക്കോട്ടുകാരൻ അബ്ദുൽ റഹീം നാളെ ജയിൽ മോചിതനാകും എന്ന വാർത്ത വരുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണത്. കഴിഞ്ഞ 20 വർഷമായിട്ട് സൗദി ജയിലിൽ കിടക്കുകയാണ് കോഴിക്കോട് ഫറൂഖ് കോടാമ്പുഴ സ്വദേശിയായ മച്ചിനകത്ത് അബ്ദുൽ റഹ്മാൻ. അദ്ദേഹം ഒരു സ്പോൺസർഷിപ്പോട് കൂടി 2006 ഡ്രൈവറായിട്ട് സൗദിയിൽ പോയി. അവിടുത്തെ ആ സ്പോൺസറിൻ്റെ വീട്ടിനകത്ത് ഭിന്നശേഷിക്കാരനായ ഒരു മോനുണ്ടായിരുന്നു. ആദ്യം ജോലി ആ മകനെ നോക്കുക എന്നുള്ളതാണ്. എന്തായാലും മകനെ ഇയാൾ നോക്കിയ സന്ദർഭത്തിൽ ഏതോ അബദ്ധത്തിൽ ആ കുട്ടി എവിടെയോ വീണ് മരിച്ചു. അത് ഇയാളുടെ ഭാഗത്തുള്ള നെഗ്ലിജൻസ് ആണ് എന്ന് പറഞ്ഞു സൗദി പോലീസ് കേസെടുത്തു. ആ കേസിലെ അബ്ദുൾ റഹ്മാനെ തൂക്കം വിധിച്ചു. അത് അബ്ദുൾ റഹ്മാൻ്റെ വീട്ടുകാരും മലയാളികളെല്ലാം ഞെട്ടി. അയാൾ ആ കൊച്ചിനെ കൊന്നതല്ല, ആ കൊച്ചിന് അബദ്ധത്തിലൊരു വീഴ്ചയിൽ മരണപ്പെട്ടു. അതിന് സൗദി കോടതി അവിടുത്തെ ഒരു പൗരനെ കൊന്നു എന്നുള്ള അർത്ഥത്തിൽ തൂക്കം വിധിച്ചു. വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു. പക്ഷേ മലയാളികളെല്ലാം ആ തൂക്കം വിധിയിൽ നിന്ന് ആ ആളെ രക്ഷിക്കാനായിട്ട് ദയാധനം കൊടുത്ത് അയാളെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ മലയാളികളും യുഎഇയിലുള്ളവരും വെളിയിലുള്ളവരും ഇന്ത്യക്കാരും എല്ലാവരും ധനസഹായങ്ങൾ സ്വരൂപിച്ചു. അങ്ങനെ ഏകദേശം 34 കോടി രൂപ ദയാധനം ആ വീട്ടുകാർക്ക് കൊടുത്തു. അത് കോടതിയിൽ അംഗീകരിച്ചു. അതിനുശേഷം കോടതി തൂക്ക് മാറ്റിയെങ്കിലും 20 വർഷത്തെ തടവ് വിധിച്ചു. ദയാധനം കൊടുത്തെങ്കിലും 20 വർഷത്തെ തടവ്. ആ 20 വർഷം ജയിലിൽ കിടന്ന അബ്ദുൾ റഹ്മാൻ നാളെ 19-ാം തീയതി 19/5/2026 20 വർഷം പൂർത്തിയാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് നാളെ ജയിൽ മോചിതനാകും എന്നാണ് കരുതുന്നത്. മലയാളി അസോസിയേഷനും അബ്ദുൾ റഹ്മാനെ സംരക്ഷിക്കാനും തൂക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ രൂപീകരിച്ച കമ്മിറ്റികളെല്ലാവരും 34 കോടി രൂപ ദയാദാനം കൊടുത്തെങ്കിലും പണം കളക്ട് ചെയ്തപ്പോൾ 11.5 കോടി രൂപ മിച്ചം വന്നു. ആ 11.5 കോടി രൂപ ഏതായാലും അതിൻ്റെ നിയമസഹായ വേദികൾ ആ അസോസിയേഷൻ കൃത്യമായ കണക്ക് കാണിക്കുകയും 11.5 കോടി രൂപ അത് മിച്ചം പിടിക്കുകയും ചെയ്തു. 34 കോടി ദയാവധത്തിന് പണം കൊടുത്തപ്പം 11.5 കോടി മിച്ചം എന്ത് ചെയ്യണമെന്ന് അബ്ദുൾ റഹ്മാൻ ജയിലിൽ നിന്ന് വന്ന ശേഷം ആലോചിച്ചിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിമിഷപ്രിയ എന്നൊരു പെൺകുട്ടിയെ തൂക്കം വിധിച്ച് കിടക്കുന്ന വിവരം നമുക്കറിയാം. ഒത്തിരി ആൾക്കാർ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നിമിഷപ്രിയയുടെ അമ്മ പാലക്കാട് നിന്ന് അവിടെ ആ ജയിലിൽ പോയി ആ പെൺകുട്ടിയെ സന്ദർശിക്കുകയും അപ്പം എങ്ങനെയെങ്കിലും അവിടുന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും നിയമപരമായും അല്ലാതെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ഏതായാലും ഈ അബ്ദുൾ റഹ്മാൻ്റെ വധശിക്ഷ നിന്ന് ആ അബ്ദുൾ റഹ്മാനെ മോചിപ്പിച്ച ആ നിയമസഹായ വേദി തീർച്ചയായിട്ടും അബ്ദുൾ റഹ്മാൻ നാളെ വരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം. അദ്ദേഹം സാമ്പത്തികമായി അദ്ദേഹം കുടുംബം തകർന്നിട്ടുണ്ടാവണം. അബ്ദുൾ റഹ്മാൻ്റെ കുടുംബത്തിലെ കടബാധ്യതകളൊക്കെ തീർത്ത ശേഷം അബ്ദുൾ റഹ്മാന് ബാങ്കിലെ ഒരു നല്ലൊരു സംഖ്യ ഇട്ടുകൊടുത്ത് പ്രതിമാസം, കാരണം മാനസികമായും ശാരീരികമായും തകർന്ന അബ്ദുൾ റഹ്മാനാണ്. 20 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്നതാണ്. എങ്ങനെയായാലും അദ്ദേഹത്തിന് പ്രതിമാസം അദ്ദേഹത്തിന് ചെലവഴിയാനുള്ള പണം കിട്ടത്തക്ക രീതിയിൽ 1-2 കോടി രൂപ തീർച്ചയായിട്ടും ബാങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബാക്കി പണം നിമിഷപ്രിയയ്ക്ക് സഹായിക്കാനായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അബ്ദുൾ റഹ്മാൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും സന്തോഷകരമായ ദിനം തന്നെയാണ് നാളെ എന്നാണ് കരുതുന്നത്. നാളെ ജയിൽ മോചിതനാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.